ലോൺ ആപ്പിൽ പെട്ടുകിടന്നിരുന്ന ചില പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി അവള് ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ട് പാർവതിക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന. ഒരു പെൺകുട്ടിക്ക് ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ കഴിയേണ്ടി വരുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആന്റിക്ക് സങ്കല്പിക്കാലോ. പാർവതിക്ക് ഇവിടെ താമസിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് പാർവതി ഇതിനെ സമ്മതിച്ചത്. പാർവതിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. കഴിഞ്ഞതെല്ലാം മറന്ന് പ്രിയനോട് ആന്റിക്ക് ക്ഷമിച്ചൂടെ? പ്രിയനെ വീണ്ടും വീട്ടിലേക്ക് കയറ്റിക്കൂടെ? ഞാൻ അവനെ വഴക്ക് പറഞ്ഞപ്പോഴേക്കും അവന് ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോയത്. അതിന്റെ അർത്ഥം ഇത്രയും കാലം അവനെ വളർത്തി വലുതാക്കിയ എനിക്ക് അവനോട് ദേഷ്യപ്പെടാൻ അവകാശമില്ലെന്നല്ലേ? അയ്യോ അല്ല ആന്റി, പ്രിയൻ അങ്ങനെയൊന്നും സങ്കല്പിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. പ്രിയന് ആന്റിയോട് എത്രമാത്രം ഇഷ്ടവും ബഹുമാനവും ഉണ്ടെന്ന് എനിക്കറിയാം. പ്രിയന് ഇക്കാര്യത്തിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. പ്രിയന്റെ ഇപ്പൊ പോലും വീടിന്റെ പടിക്കൽ നിൽക്കുക. ആന്റിയെ കാണാൻ അവന് നല്ല ആഗ്രഹമുണ്ട്. ആന്റി ഒന്ന് വിളിക്കേണ്ട താമസം പ്രിയൻ ഓടിയെത്തും. ഞാൻ ചെയ്ത തെറ്റിന് പ്രിയൻ എന്തിനാ ആന്റി ശിക്ഷിക്കുന്ന? ദയവ് ചെയ്ത് എല്ലാം മറന്ന് പ്രിയനെ ഉള്ളിലേക്ക് വിളിക്ക പ്ലീസ്. ശരി, ഞാൻ അവനെ വീട്ടിലേക്ക് കയറ്റാം. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഇപ്പോഴെനിക്ക് സമാധാനമായത്. മനസ്സിന്ന് ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നു. പക്ഷേ അവനെ ഈ വീട്ടിലേക്ക് കയറ്റണമെങ്കിൽ എനിക്ക് ഒരു കണ്ടീഷനുണ്ട്. അതിന് സമ്മതമാണെങ്കിൽ മാത്രം അവൻ ഈ വീട്ടിലേക്ക് കയറിയാൽ മതി. ആന്റിക്ക് എന്ത് കണ്ടീഷനാണ് വെക്കാനുള്ളത്? പ്രിയൻ എന്റെ ചേട്ടന്റെ മകൾ തുളസിയെ കല്യാണം കഴിക്കണം. പ്രിയന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പ്രിയനും തുളസിയും തമ്മിലുള്ള കല്യാണം നടത്തുമെന്ന് എന്റെ ചേട്ടന് വാക്കുകൊടുത്തിരുന്നു. ഇത്രയും കാലം ഓരോ കാരണങ്ങൾ പറഞ്ഞ് പ്രിയൻ കല്യാണം നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ ദിവസം ചെല്ലുന്തോറും അവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. പാറുവിനെ ഇത്രയും ദിവസം അവന്റെ മുറിയിൽ താമസിപ്പിച്ചത് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവൻ എന്നോട് കയർത്ത് സംസാരിക്കില്ല. അയ്യോ ആന്റി, അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. മോൻ അത് വിശ്വസിക്കും. പ്രിയൻ എന്റെ മോനായതുകൊണ്ട് ഞാനും അത് വിശ്വസിക്കും. പക്ഷേ നാട്ടുകാർ ഇതിനെ കുറിച്ച് കേട്ടാ വിശ്വസിക്കൂ? എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം നടത്തിയ അവന് കുറച്ച് ഉത്തരവാദിത്വമെങ്കിലും ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടില്ല. ആന്റി, കല്യാണം കഴിക്കണോ വേണ്ടെന്നൊക്കെ പ്രിയന്റെ ഇഷ്ടമല്ല ആന്റി. അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ വീട്ടിലേക്ക് കയറണ്ട. ഞാൻ പറഞ്ഞ കണ്ടീഷൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണെങ്കിൽ മാത്രം അവനെ മോൻ തിരിച്ചിങ്ങോട്ട് കയറ്റിയാൽ മതി. കുറെ നേരം ആയല്ലോ. കൈലാഷ് സാറിനെ അമ്മ ചീത്ത പറയായിരിക്കും. അമ്മ അങ്ങനെ മര്യാദയില്ലാതെ പെരുമാറൊന്നുമില്ല. എന്നിട്ട് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ ആ മര്യാദയൊന്നും കണ്ടില്ലല്ലോ. എന്തായി സാർ? എന്താവാനാ, അമ്മയുടെ വാശി എനിക്കറിയില്ലേ. സാറിനോട് അമ്മ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് പോവാം സാർ. എന്നൊന്ന് പറയാൻ സമ്മതിക്ക് പ്രിയൻ. പ്രിയനെ ആന്റി തിരിച്ച് വീട്ടിലേക്ക് കേട്ടാന്ന് സമ്മതിച്ചു. കേട്ടല്ലോ, എത്രയൊക്കെ വാശി കാണിച്ചാലും മക്കളുടെ കാര്യത്തില് അമ്മമാര് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. അത് മനസ്സിലാക്കാതെ വെറുതെ അമ്മയെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. അമ്മ ആഗ്രഹിച്ചത് സാധിക്കാതെ ഒരിക്കലും പിന്മാറില്ല. സാർ എന്ത് പറഞ്ഞിട്ട് അമ്മയെ സമ്മതിപ്പിച്ചത്? പ്രിയനും തുളസിയും തമ്മിലുള്ള കല്യാണം നടത്തണമെന്നാ അമ്മ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, അമ്മ ഒരു കാര്യം വിചാരിച്ചാ അത് നടത്തിയെടുത്തിരിക്കും. എന്റെ കല്യാണം നടത്താൻ അമ്മ ഒരുപാട് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക.
ഇത് അതിനെ പറ്റിയ ഒരു അവസരമായിട്ട് കണ്ട് അമ്മ അത് ഉപയോഗിക്കുക. നമുക്ക് പോവാം സർ. ഏയ്, പ്രിയൻ ഇങ്ങനെ ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യില്ലേ? പിന്നെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം? വീട്ടിൽ നടന്ന വിഷയവും എന്റെ കല്യാണവും തമ്മിൽ എന്താ ബന്ധം? പാർവതി നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ ആന്റിയുടെ സംശയം. ഞാൻ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന് ആന്റി പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എങ്കിലും ഒരു ഗുണം ഉണ്ടായില്ല. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന് ആന്റിക്ക് വിശ്വാസമില്ല. ദേ പ്രിയൻ, നീ ആന്റിയുടെ കണ്ടീഷൻസിന് ഓക്കെ പറയണം. സർ, എനിക്കറിയാം നീ വേറൊരു പെൺകുട്ടിയാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ നീ സമ്മതിക്കുമെന്ന് ആന്റിയോട് പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. എന്തിനാ സർ അങ്ങനെ പറഞ്ഞത്? നിന്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണം. പ്രിയന്റെ അമ്മ വളരെ വിഷമത്തിലാ. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു. ദർശനയും ആകെ ടെൻഷനിലാണ്. വീട്ടില് ആണുങ്ങൾ ആരുമില്ലാതെ അവരെ തനിച്ചാക്കി പോകുന്നത് ശരിയാണെന്ന് പ്രിയന് തോന്നുന്നുണ്ടോ? പ്രിയന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ചതിക്കുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ദേ, അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. തൽക്കാലം പ്രിയൻ വീട്ടിൽ കയറാനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. തുളസിയുമായുള്ള കല്യാണ കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോ ഞാൻ വന്നെല്ലാം സത്യം തുറന്നു പറഞ്ഞോളാം. പ്രിയൻ പ്രേമിക്കുന്ന പെൺകുട്ടിയുമായിട്ട് തന്നെ നിന്റെ കല്യാണം നടക്കും. അതെന്റെ വാക്കാ. പാർവതി, നോക്കി നിൽക്കാതെ പ്രിയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഞാൻ നീ എന്താ പാർവതി ആകെ ഷോക്കായി നിൽക്കുന്നത്? ഓ, പ്രിയൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന കാര്യം പാർവതിക്ക് അറിയില്ലായിരുന്നു അല്ലേ? പ്രിയൻ എന്നോട് നേരത്തെ പറഞ്ഞതാ. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. പ്രിയൻ, നീ എന്നെ വിശ്വസിച്ച് കൂടെ വാ. പറയ് പാർവതി. ചെല്ല പ്രിയൻ ചേട്ടാ. എന്താ പാറു നീ ഇങ്ങനെ പറയുന്നേ? പ്രിയൻ ചേട്ടൻ കൈലാഷ് സാറിനെ വിശ്വസിച്ചാൽ മതി. അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്യും. അല്ലെങ്കിലും പ്രിയൻ ചേട്ടൻ സമ്മതിച്ചു എന്ന് കരുതി അമ്മ നാളെ തന്നെ കല്യാണം നടത്താനൊന്നും പോകുന്നില്ലല്ലോ. കാലം അമ്മയെ ആശ്വസിപ്പിക്കാനുള്ള വഴി കാണിച്ചു തരും. ബാക്കിയെല്ലാം പിന്നീട് സംസാരിച്ച് തീരുമാനിക്കാം. ആ, ഇതെന്നെ ഞാനും പറഞ്ഞത്. പ്രിയം വാ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞ വാ. ഒരാള് വഴക്ക് തീർത്ത് തിരിച്ചു വരുമ്പോ ഇങ്ങനെ മോഹൻ തിരിച്ചു നിന്നാ എങ്ങനെ ശരിയോ അമ്മേ? ചേട്ടനെ അകത്തേക്ക് വിളിക്കേ. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് അവൻ പറയട്ടെ. ആന്റി പറയുന്നില്ല അനുസരിക്കാവുന്ന പ്രിയ സമ്മതിച്ചിട്ടുണ്ട്. ഇവൻ കല്യാണത്തിന് സമ്മതിച്ചോ? അത് മോൻ പറഞ്ഞാൽ പോരാ, ഇവൻ തന്നെ പറയണം. പ്രിയൻ പറയേ. അമ്മ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ഇവനോട് വീട്ടിലേക്ക് കയറിക്കോളാൻ പറയൂ. താങ്ക് യു ആന്റി. ഞാൻ പറഞ്ഞത് കേട്ടതിനും പ്രിയനെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റിയതിനും.